ഒരു മെസ്സേജ് ഞാനിവിടെ വായിക്കാം. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റിൽ പറയുക. വെൽക്കം ടു WW3. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇറ്റ് ഈസ് വെരി ലൈക്ലി ദാറ്റ് ദിസ് ടൈം വി ആർ ഡീപ്പ് ഇൻസൈഡ്. വളരെ ഡീപ്പായി അകത്തേക്ക് പോകുന്നുണ്ട്. ദ ഓൺലി തിങ് റിയലി മാറ്റേഴ്സ് ടു ഫൈൻഡ് യുവർ ക്യാമ്പ്. നമ്മൾ എവിടെ താമസിക്കാൻ പോകുന്നു, നമ്മൾ എങ്ങനെ ആയിരിക്കാൻ പോകുന്നു, ഇറ്റ് ഈസ് അൺസ്റ്റോപ്പബിൾ എന്നും പറഞ്ഞു. കൂടാതെ ടു ഡിലേ ഈസ് പോസിബിൾ, ടു അവോയ്ഡ് നോ ചാൻസ്. ആവശ്യമാണെങ്കിൽ ഡിലേ ചെയ്യാം, പക്ഷേ അവോയ്ഡ് ചെയ്യുന്നത് നോട്ട് പോസിബിൾ. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സത്യത്തിൽ എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. രണ്ട് മാസത്തിന് മുൻപ് അമേരിക്ക ഇറാനോട് പറഞ്ഞൊരു കാര്യം, 60 ദിവസത്തെ ഒരു സമയം ഇറാന് തരാം, അതിന് മുൻപ് നിങ്ങൾ ഈ അണുവായുധ കരാറിൽ ഒപ്പുവെക്കണമെന്ന് അമേരിക്ക പറഞ്ഞിരുന്നു. ഇന്ന് കൃത്യം 61-ാം ദിവസം. അമേരിക്ക നൽകിയ സമയം കാലഹരണപ്പെട്ടു. ഇസ്രായേൽ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്തി. ഇറാനെ കൊണ്ട് വലിയ രീതിയിൽ ഇസ്രായേലിനെതിരെയുള്ള നടപടികൾ എടുക്കാനും സാധിച്ചില്ല. ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം പൊളിച്ചു മാറ്റി. ഇറാന് ഈ ഒരു ആക്രമണം വലിയൊരു ദുരന്തം തന്നെ വരുത്തിവെച്ചു. 79 പേർ മരിച്ചു, 320-ലധികം പേർക്ക് പരിക്ക് സംഭവിച്ചു. ഇങ്ങനെയാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇവയെല്ലാം കഴിഞ്ഞ 4 ഭാഗങ്ങളിലായി നമ്മൾ കണ്ടു. ഇത് 5-ാം ഭാഗം. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. ഇറാനെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ തീർച്ചയായും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നും നമുക്കറിയാം. അപ്പോ ഇറാനുമായി ഇനി ആര് ജോയിൻ ചെയ്യുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. റഷ്യയാണോ, ചൈനയാണോ, അല്ലെങ്കിൽ ഹമാസ്, ഹിസ്ബുള്ള, അല്ലെങ്കിൽ ഹൂത്തികളാണോ, മറ്റാരെങ്കിലുമാണോ? ഇങ്ങനൊരു ചോദ്യം വരുന്നുണ്ടല്ലോ. ഇന്ന് നിരവധി സംഘടനകൾ ഇറാനുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹമാസിനെ കൊണ്ട് ഇസ്രായേലിനെതിരെ ഇറാന് പിന്തുണച്ചുകൊണ്ട് ഇപ്പൊ കളമിറങ്ങാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഹിസ്ബുള്ളയെ കൊണ്ടിറങ്ങാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. ഇനി ഹൂത്തികളെ കൊണ്ട് ഇറങ്ങാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെയും ഹൂത്തികളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ വലിയ രീതിയിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ 100% അവരെ കൊണ്ട് അവരുടെ ഇൻപുട്ട് നൽകാൻ കഴിയില്ല. അപ്പോൾ ഇറാനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ റഷ്യ തന്നെയല്ലേ കളമിറങ്ങേണ്ടത് എന്ന ഒരു ചോദ്യം വരികയാണെങ്കിൽ ഇവിടെ റഷ്യ ഉക്രൈൻ യുദ്ധം സംഭവിക്കുന്നുണ്ടല്ലോ. ചെക്ക് പോയിന്റ് എന്നൊരു വാക്കുണ്ട്. ഒരു കോയിൻ മാറ്റുകയാണെങ്കിൽ എൻ്റെ ചെസ് ബോർഡിന്റെ ഗെയിം തന്നെ മറ്റൊരു തലത്തിലേക്ക് മാറും. അപ്പോൾ റഷ്യ എന്ന ഒരു കോയിൻ ഇറാന്റെ ഭാഗത്തേക്ക് തിരിക്കാനേ സാധിക്കുന്നില്ല. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതിനകം തന്നെ ആ താരിഫിന്റെ ചർച്ചകൾ ഞങ്ങളിതാ സൈൻ ചെയ്യാൻ പോവുകയാണ്. 55% ചൈനീസ് വസ്തുക്കൾക്കും 20% അമേരിക്കൻ വസ്തുക്കൾക്കും എന്നൊക്കെ ഒരു ദിവസം മുൻപാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത്. വീണ്ടും ഇതിന്റെ എഗ്രിമെന്റ് സൈൻ ആയിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവയെല്ലാം ലോക രാഷ്ട്രീയത്തിന്റെ ഓരോ ചെയിനായി കാണാൻ സാധിക്കും. ഈ സമയത്ത് ഞാനും അമേരിക്കയും ചർച്ചകൾ നടത്തുകയായിരുന്നു. ആ ചർച്ചയിൽ നിന്ന് ഞാനിപ്പോൾ പുറത്തേക്ക് വരുന്നു. ഞങ്ങൾക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഇനി ഏതൊരു ചർച്ചയും ഇല്ല എന്ന് പറഞ്ഞ് ഇറാൻ പുറത്തു വന്നു. അപ്പോൾ അണുവായുധ കരാർ എന്ന ചർച്ച ഇനി സംഭവിക്കില്ല എന്ന് ഇറാൻ ഒഫീഷ്യലായി പറഞ്ഞാലും ഇറാന്റെ പ്രതികരണത്തെ ആശ്രയിച്ചെടുത്ത് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് ഇസ്രായേലും പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ പറയുന്നത് അമേരിക്ക ഞങ്ങളോടൊപ്പം ചേരണം. ഇറാന് എതിരെയുള്ള ഈ അറ്റാക്കിൽ അമേരിക്ക ഞങ്ങളുമായി ഒരുമിച്ച് വളരെ ഡീപ്പായി ഇറാനുള്ളിലേക്ക് കടന്ന് ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ പിന്നെ അടുത്ത പല വർഷത്തേക്ക് അവരുടെ അണുവായുധം എന്ന സ്വപ്നത്തോടു കൂടി തന്നെ ജീവിക്കേണ്ടി വരും. ആ സ്വപ്നം ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന തീരുമാനത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ എങ്ങനെയെങ്കിലും തൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് ഈ യുദ്ധത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് ചേർന്ന് ഇറാനെ ആക്രമിക്കണമെന്നുള്ള ഒരു പദ്ധതിയാണ് നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പദ്ധതി നടപ്പിലാവുകയാണെങ്കിൽ ഇവിടെ റഷ്യ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഡൊണാൾഡ് ട്രംപ് അത്രത്തോളം മണ്ടനൊന്നും അല്ല. അദ്ദേഹം നല്ലൊരു ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് എന്ന് പറയുമ്പോൾ ഈ ബിസിനസ്സിനെയൊക്കെ ചില ഏജന്റ്സ്മാരെ വെച്ച് അല്ലെങ്കിൽ ചില ബ്രോക്കേഴ്സിനെ വെച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ആ ഒരു രീതിയിൽ ഇപ്പോൾ അമേരിക്കയുടെ ഏജന്റായി ബ്രോക്കറായി പ്രവർത്തിക്കുന്നത് ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലിനെ വെച്ച് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനിപ്പിച്ചിട്ട് ഇറാനോടൊരു കാര്യം പറയും, ഉടൻ തന്നെ ഞാനുമായി ചേരുക, അങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ രക്ഷിക്കും എന്ന് ഇറാന്റെ മുൻപിൽ ഒരു മാലാഖയെ പോലെ വന്ന് നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ മറ്റു മാർഗം ഒന്നുമില്ലാതെ ഇറാൻ കീഴടങ്ങിയാൽ മാത്രമേ ഇനി ഇറാന് ഭാവിയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് ഇറാനെ കൊണ്ടുവന്ന് നിർത്തും. എന്നാൽ ഇറാനും സാധാരണ രാജ്യം അല്ല. ഇറാന്റെ പക്കലുള്ള സൈനിക ശക്തി, ഇറാന്റെ പക്കലുള്ള ആയുധ ശക്തി ഇതൊക്കെ വളരെ വലുതാണ്. നമുക്കെല്ലാവർക്കും ഇതൊക്കെ അറിയാം. എന്നാൽ ഇപ്പോൾ അതൊന്നും ഇറാനെ കൊണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളപ്പോൾ ഒരു പക്ഷേ ഇതൊരൽപ്പം ഡിലേ അയക്കാം. ആ ഡിലേ എന്നത് ഇറാൻ ഒരൽപ്പം തയ്യാറെടുപ്പെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ്. പക്ഷേ
ഇറാൻ ഇവിടെ ഭയപ്പെട്ടിട്ടേ ഇല്ല. ഇറാൻ ഭയപ്പെട്ടിരുന്നെങ്കിൽ 25 വർഷമായി ഈ സാമ്പത്തിക ഉപരോധനത്തിൽ പെട്ടുകിടക്കുമ്പോൾ ആ രാജ്യം അങ്ങ് നശിച്ചു പോയേനെ. ആ രാജ്യം തന്നെ പിന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഇറാനെ എല്ലാവരും ചേർന്ന് കൂറിട്ടെടുത്തിട്ടുണ്ടാകുമായിരുന്നു. എന്നാൽ ഇത്രയും വർഷമായി അവർ ഭയപ്പെടാതെ നിലനിന്നു. അങ്ങനെയാണെങ്കിൽ ഇനിയും നിലനിൽക്കുക തന്നെ ചെയ്യും. എന്നാൽ ഇവിടെ വേണ്ടത് അവർക്കൊരല്പം സമയമാണ്. പ്രിപ്പയർ ആകണം. എങ്ങനെ പ്രിപ്പയർ ആകും? ഇസ്രായേലിനെതിരെ എങ്ങനെയുള്ള ആക്രമണങ്ങൾ നടത്തണമെന്നുള്ളത് അവർക്ക് പദ്ധതി ഇടണം. എന്നാൽ അതിനുള്ള സാധ്യത, അതിൻ്റെ പരിണിത ഫലങ്ങൾ അത് ആ സമയത്തെ ആശ്രയിച്ചിരിക്കും. ലോക രാഷ്ട്രീയത്തിൻ്റെ അളവുകോൽ അനുസരിച്ചായിരിക്കും നമുക്കത് പറയാനും സാധിക്കുകയുള്ളൂ. ശരി, ഇപ്പോൾ ഇറാനുള്ളിൽ ഞങ്ങൾ ആക്രമിച്ചു എന്ന് ഇസ്രായേൽ പറഞ്ഞതിൻ്റെ പുതിയൊരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇസ്രായേലിലെ ഡിഫൻസ് ഫോഴ്സ് സെൻട്രൽ ഇറാനിലുള്ള പ്രധാനമായും നഥാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റി, ആ സ്ഥലത്ത് അവരൊരു ആക്രമണം നടത്തി. അതൊരു അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനുള്ളിലാണ് ഉണ്ടായിരുന്നത്. അണ്ടർഗ്രൗണ്ടിനുള്ളിൽ ഞങ്ങൾ എങ്ങനെയെല്ലാം ആക്രമണം നടത്തി, അതെങ്ങനെയുള്ള സ്വാധീനം സൃഷ്ടിച്ചു എന്നുള്ളതെല്ലാം പൂർണ്ണമായും ഒരു ഗ്രാഫിക്സ് കണ്ടന്റായി തന്നെ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ബെൻഗുരിൻ എയർപോർട്ടിൽ നിന്നും എല്ലാ വിമാനത്തെയും മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ എംബസി, പല രാജ്യങ്ങളിലുള്ള എംബസീസ് എല്ലാം അടച്ചുപൂട്ടി. അടുത്തൊരു പ്രഖ്യാപനം വരുന്നതുവരെയും എംബസീസ് തുറക്കാൻ പാടില്ല എന്നുള്ള ഒരു അറിയിപ്പും പുറത്തുവിട്ടിട്ടുണ്ട്. കാരണം ഇറാൻ ആക്രമിക്കുമെന്ന് ഇസ്രായേലിന് അറിയാം. പക്ഷേ ഈ ആക്രമിക്കുന്നത് നേരിട്ടൊരു പക്ഷേ ഇസ്രായേലിന് ആയിരിക്കില്ല. ഇസ്രായേലിൻ്റെ എംബസി എവിടെയെല്ലാമാണോ ഉള്ളത് അവിടെ ഒരു പക്ഷേ ഇറാന്റെ എംബസി ഉണ്ടാകാം, ഇറാന്റെ ഏതെങ്കിലും ഒരു സൈനിക ശക്തി ഉണ്ടാകാം. അതുവഴി ഏതെങ്കിലും ഒരു ആക്രമണം നടക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചാണ് അവരുടെ എംബസീസ് എല്ലാം തന്നെ, ലോകമെമ്പാടുമുള്ള എംബസീസിനെ എല്ലാം അടച്ചുപൂട്ടിയത്. ഇപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് പെസസ്കിൻ പറഞ്ഞത്, പവർഫുള്ളായ, വളരെ പെയിൻഫുള്ളായ ഒരു മറുപടി ഞങ്ങൾ നൽകും. ഞങ്ങളുടെ ശത്രു മണ്ടത്തരമായ ഒരു തീരുമാനം എടുത്തിട്ട് ഇതാണ് അവരുടെ വിജയം എന്ന് പറഞ്ഞ് ആഘോഷിക്കുകയാണ്. യഥാർത്ഥ വിജയം, യഥാർത്ഥ വേദന എന്താണെന്നുള്ളത് ഞങ്ങളുടെ ശത്രു അറിയും. അതിന് ഞങ്ങളുടെ പ്രതികരണം ഒരു കാരണമായിരിക്കും. ആ സമയത്ത് ലോകം മുഴുവനും അതേക്കുറിച്ച് സംസാരിക്കുമെന്ന് ഇറാന്റെ പ്രസിഡന്റ് പെസസ്കിയൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇറാന്റെ പ്രതികാരം അത്രത്തോളം വലുതാണെങ്കിൽ അമേരിക്ക പറഞ്ഞതുപോലെ തന്നെ അടുത്തതായി പദ്ധതിയിട്ടിരിക്കുന്ന ആക്രമണത്തിൽ ഇസ്രായേലിന്റെ കൂടെ അമേരിക്കയും ചേരാൻ സാധ്യതയുണ്ട്. ഫ്രാൻസ്, UK, ജർമ്മനി, ഈ 3 രാജ്യങ്ങളും ഒരു അടിയന്തര മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. എന്താണ് മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കും നമുക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മൾ ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടണോ? കാരണം യൂറോപ്പിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അമേരിക്ക ഒരല്പം മാറി നിന്നാണ് നോക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അമേരിക്കയെ സംബന്ധിക്കുന്ന ഈ ഒരു പ്രശ്നത്തിൽ നമ്മൾ എന്തിനകത്തേക്ക് കയറണം? ഇന്നുള്ള ഈ ഒരു ഡിസ്കഷനാണ് 3 രാജ്യങ്ങളും ആ രാജ്യത്തിലെ നേതാക്കന്മാരും ചേർന്നിരുന്ന് ഡിസ്കസ് ചെയ്തു. അവസാനമായി ഇറാന് എതിരെ ഇസ്രായേലിന്റെ ഒരു മുന്നറിയിപ്പുണ്ടായിരുന്നു. നിങ്ങളുടെ എയർ സ്പേസ് ഇപ്പോൾ ഞങ്ങളെ കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇസ്രായേൽ പറഞ്ഞതാണ്, ഇറാന്റെ എയർ സ്പേസ് ഞങ്ങളെ കൊണ്ടിപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാൻ കഴിയും. അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുക? അതെ, അവിടെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒന്നും തന്നെ ഇല്ലല്ലോ. അവിടെ ഇസ്രായേലിന്റെ വിമാനം പറക്കും. അതിനെ വെടിവെച്ച് വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഇസ്രായേലിന്റെ വിമാനങ്ങൾ എന്തെങ്കിലും പറക്കും. അവിടെ ഇസ്രായേലിന്റെ വിമാനങ്ങൾ പറക്കുമ്പോൾ അതിനെ വെടിവെച്ച് വീഴ്ത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സർഫസ് ടു എയർ മിസൈൽ വേണം, അല്ലെങ്കിൽ എയർ ടു എയർ മിസൈൽ വേണം. ഇവ രണ്ടും ഇറാനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇസ്രായേലിന്റെ വിമാനത്തെ തടയാൻ സാധിക്കുക? നിങ്ങളുടെ എയർ സ്പേസ് തുറന്നു കിടക്കുകയാണ്. ഞങ്ങൾ അത് തുറന്നു. ഇനി ഞങ്ങൾ എവിടെ ആക്രമിക്കണം, എവിടെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടെ പക്കലാണുള്ളത്, ഇറാന്റെ പക്കലല്ല ഉള്ളത്. ഇനി ഈ സ്ഥലത്ത് നിങ്ങൾ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇറാനെ കൊണ്ടൊന്നും പറയാനും കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇറാനെ ഞങ്ങൾ കൊണ്ടുവന്നത്. ഇതിന് ശേഷവും നിങ്ങൾ ഞങ്ങൾക്കെതിരെയുള്ള കരുനീക്കങ്ങൾ നടത്തിയാൽ ഇതിനേക്കാൾ വളരെ ആഴത്തിൽ ആക്രമിക്കാൻ ഇറാനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞങ്ങളുടെ ആക്രമണങ്ങൾ നടത്തും എന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവർ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിച്ചാൽ അതെ. 50-ലധികം മൊസാദ് യൂണിറ്റ്സ്, ഈ കമാൻഡ് യൂണിറ്റ്സ് എല്ലാം വളരെ മികച്ച രീതിയിൽ അവരുടെ ജോലി ചെയ്യുകയും എയർ ഡിഫൻസ് സിസ്റ്റത്തെ എല്ലാം എവിടെയെല്ലാമാണോ നശിപ്പിക്കാൻ കഴിയുക അവിടങ്ങളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അവിടെ സർഫസ് ടു എയർ മിസൈൽ ബാറ്ററീസ് എവിടെയെല്ലാമാണോ നിർത്തിവെച്ചിരുന്നത് അവിടങ്ങളിലെല്ലാം ഒരു ഡ്രോൺ സ്ട്രൈക്ക് നടത്തി. ഒരു വലിയ ഡ്രോൺ ഫെസിലിറ്റി തന്നെയായിരുന്നു ഇറാനുള്ളിൽ അവർ വച്ചത്. 1 വർഷമായി ഈ ഒരു ഡ്രോൺ സ്റ്റോറേജ് അവർ നിർമ്മിക്കുകയായിരുന്നു. ഇതൊന്നും ആർക്കും അറിയില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇവരിതൊക്കെ ഇപ്പോൾ പുറത്ത് പറയുമ്പോഴാണ് പലർക്കും ഇത് മനസ്സിലാകുന്നത്. ഇസ്രായേൽ ഇത് വളരെ ശ്രദ്ധയോടുകൂടി വർഷങ്ങളായി ചെയ്യുന്നുണ്ടെന്ന്. ഇതോടുകൂടി അവസാനിച്ചില്ല. IRGCയുടെ കമാൻഡർ ഒരാളെ കൊന്നു എന്നുള്ള വാർത്തയും വന്നു. ഇപ്പോൾ ഈ IRGCയുടെ എയർഫോഴ്സിൻ്റെ
സീനിയർ ചെയിൻ ഓഫ് കമാൻഡ് കൂടാതെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും ഇറാൻ നഷ്ടപ്പെടുത്തി. ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് പറഞ്ഞൊരു കാര്യം, സീനിയർ ചെയിൻ ഓഫ് കമാൻഡ് ഓഫ് ദ ഇസ്ലാമിക് റെവല്യൂഷണറി കോർപ്സ് IRGCയുടെ എയർഫോഴ്സ് ഇദ്ദേഹം മരിച്ചുവെന്നും അതുപോലെ തന്നെ കമാൻഡർ ഓഫ് UAV ഫോഴ്സ് അൺമെൻഡ് ഏരിയൽ വെഹിക്കിൾസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതിന്റെ ഒരു കമാൻഡറെ ഹസീദ എന്ന വ്യക്തിയും കൊല്ലപ്പെട്ടു. IRGCയുടെ എയർഫോഴ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയൽ കമാൻഡറും കൊല്ലപ്പെട്ടു. മറ്റു ചില എയർഫോഴ്സ് നേതാക്കന്മാരും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വന്നു. അപ്പോൾ ഒരു വശത്ത് ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർ, മറുവശത്ത് IRGCയുടെ കമാൻഡർ ഓഫീസേഴ്സ്, അടുത്ത വശത്ത് IRGCയുടെ എയർഫോഴ്സിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. ഇവരെ എല്ലാവരെയും വേട്ടയാടി നശിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ. അടുത്ത് വീണ്ടും എന്തൊക്കെയോ ചെയ്യാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇറാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? കാത്തിരുന്ന് തന്നെ കാണാം. കൂടുതൽ അപ്ഡേറ്റ്സ് അടുത്ത ഭാഗത്തിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഉടൻ തന്നെ അപ്ഡേറ്റ്സ് ലഭിക്കും. അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം.